പോകാൻ പൈസ കൊടുക്കാത്തതിന് അച്ഛനെ മകൻ വെട്ടിക്കൊന്നു. അയ്യോ അച്ഛാ, മോനെ സിനിമയ്ക്ക് പോകാനാണെങ്കിൽ പൈസ പോക്കറ്റ് ഇരിപ്പോണ്ട് എടുത്തോ. അച്ഛാ നിങ്ങളുടെ ഓത്ത മോനാണ്ട് ഗൾഫിൽ നിന്ന് ഫോൺ അയച്ചിട്ടുണ്ട്. എന്തോ നീ പറഞ്ഞേ? നിങ്ങളെ മൂത്ത മോൻ എന്റെ ഗൾഫിൽ നിന്ന് ഫോൺ അയച്ചിട്ടുണ്ട്. അപ്പൊ എവിടെ പോണെന്ന്? അവ എവിടെയും പോണെന്നല്ല, ടച്ച് ഫോൺ അയച്ച്. എനിക്കിപ്പോ എന്തിനു മക്കളെ ടച്ച് ഫോണ്? അങ്ങനെ അവിടെ കുത്തിക്കൊണ്ടങ്ങനെ ഇരിക്കും, നമുക്കെങ്കിലും ഇത്തിരി സമാധാനം കിട്ടുമല്ലോ. മെയിനായിട്ടും ചേട്ടൻ ഫോൺ അയച്ചത് അച്ഛനെ കണ്ട് സംസാരിക്കാനാണെന്ന് പറഞ്ഞു. വീട്ടിൽ നിൽക്കുമ്പോ അവന് എന്നെ കാണുന്ന ചതുർത്ഥിയായിരുന്നല്ലേ, ഇപ്പൊ എന്ത് പറ്റി? എടാ മോനെ, ഇതില് എവിടെ കുത്തിയാലും എന്റെ മോൻ തന്നെ കാണുന്നടാ, നോക്കിയാണ്. ഈ തന്ത കിടക്കാനും സമ്മതിക്കത്തില്ല. ഇതെന്തിരു തന്തേ? അതാ പറഞ്ഞത്, ഇതിൽ എവിടത്തെ കൊണ്ടാലും എന്നെ തന്നെ കാണുന്നുള്ളൂ. ഒന്ന് മാറ്റിയിട്ടാണ്. ഇതെന്തൊരു ഫോട്ടോ ഇത് എപ്പോ എടുത്തത്? അത് ഞാൻ ആദ്യമേ എന്തൊക്കെയായിട്ട് കുത്തിയപ്പോഴാണ് അങ്ങനെ ആയിപ്പോയത്. അതെന്ത് പറ്റിയതാ മോനെ? ഇത് തന്തയുടെ ഫോട്ടോയാ. ഓ, ഇത് എന്റെ ഫോട്ടോ ആയിരുന്നാ? ഞാൻ വിചാരിച്ചത് ഫോൺ കണ്ടുപിടിച്ച ആരുടെ ആണെന്ന്. എടാ പിന്നെ മക്കളെ, ഇതില് രതീഷിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? അതെ, എടാ മോനെ രതീഷടേ കണ്ടാ, ഇവ ഉത്തരം പറയുന്നില്ല, എടുക്കുന്നില്ല, എന്താന്തോ? എന്റെ പൊന്നു തന്തേ, ആദ്യാണ്ട് ഈ കോളില്ലേ ഇത് എടുക്കണം, എന്നിട്ട് സതീശനെ എവനെങ്കിലും വിളി. ഇതാ മക്കളെ. ഓ അത് തന്നെ. ഇത് ഞെക്കി. രതീഷേ. എന്റെ പൊന്നു തന്തേ, ഇത് കൊണ്ടൊന്നും പോ, ഇത്തിരിയെങ്കിലും ബുദ്ധി ഉണ്ടെന്നാ വിചാരിച്ച, അതും ഇല്ല. ആണ്ട്രാ മക്കളെ, എന്റെ കൈ തട്ടിയതാ, വേണ്ടാത്ത വീഡിയോ ഒക്കെ പ്ലേ ആയി. തന്തേ നിങ്ങൾക്ക് എന്ത് തന്തേ? അല്ലെങ്കിൽ വേണ്ടാത്തല്ലേ കേറി ഞെക്കത്തുള്ളു. എനിക്ക് അറിയാത്തോണ്ടല്ലേ. നിനക്ക് ഈ കുന്ത്രാട്ടൊന്നൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുവോ? ഇല്ല. പോവാൻ പോകും. തന്തേ കാണുന്നില്ലല്ലോ. ഈ തണ്ടിനെ ആര് വീട്ടിൽ കയറ്റിയത്? ഞാൻ തന്നെ. ഞാൻ നിന്റെ തന്തയെ ഫോൺ പഠിപ്പിച്ചു കൊടുക്കാൻ വന്നത്. അവനവൻ ഇരിക്കുന്ന സ്ഥലത്ത് അവനവൻ ഇരുന്നില്ലേ, കണ്ട കഴിവില്ലാത്തവർ ഇതേപോലെ കയറി ഇരിക്കും. മക്കളെ അതൊക്കെ വീട്, അവരെ മയം ചെയ്യണ്ട. ഈ മക്കളെ ഈ നീല സൂര്യ എന്തേര്? അതാണ് ഫേസ്ബുക്ക്. അതിന്റെ ബുക്ക് പേന എടുത്തോണ്ടോ? പറ്റെഴുതുന്ന ബുക്കല്ല. പിന്നെ അച്ഛൻ നിങ്ങൾ ആരെടുത്ത് വെച്ചിട്ട് ഈ തണ്ടിനെ വീട്ടിൽ കയറ്റിയത്? ഞാൻ ഈ തെണ്ടി വിളിച്ചിട്ട് വീട്ടിൽ വന്നതാ. അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട് ഞാൻ വന്നേ. ഉപ്പാതാണ്ട് ഇതാണ് ഇൻസ്റ്റാഗ്രാം. നെക്കാൻ പാടില്ല. അതിന്റെ അപ്പുറത്ത് കിടക്കണത് ഫേസ്ബുക്ക്. കുത്താൻ പാടില്ല. അതിന്റെ അപ്പുറത്ത് കിടക്കണത് യൂട്യൂബ്. അത് നെക്കാനേ പാടില്ല. പിന്നെടാ നീല കളർ കിടക്കുന്നുണ്ടാ, മറ്റേ പറ്റെഴുതുന്ന ബുക്ക്. ആ ബുക്കിൽ കയറാൻ അവന് കൊറേ ആന്റിമാരുമായിട്ട് മെസ്സേജ് അയക്കാം. ഈ പ്രായത്തിലും തന്തേരാ കാടി. അവനെ പിന്നെ എഡിറ്റിംഗ് ഞാൻ പഠിപ്പിച്ചതാ. ഞാൻ ഭയങ്കര എഡിറ്ററല്ലേ. എന്തിനാ തന്തയുള്ള മക്കള് തന്തയെ പഠിപ്പിച്ചില്ലെങ്കിൽ തന്തയില്ലാത്തമാര് കയറി പഠിപ്പിക്കേണ്ടി. ചുമ്മാ ഇറങ്ങിപ്പോടാ വീട്ടിൽ നിന്ന്. ഇവ എന്തിനാ ഹിറ്റ് ചെയ്തിട്ടാണ്? ഇവരല്ലേ അന്ന് ആ കഞ്ചാവ് കേസിൽ അകത്തോയത്. മാമ അത് എങ്ങനെ പോലീസ് വിളിച്ചത് എനിക്ക് പോലും അറിയത്തില്ല. ഞാൻ ചന്തയിൽ പോയി കുറച്ച് കരിയാപ്പല മേടിച്ച് വീട്ടിൽ കയറിയതാ. അപ്പൊ പോലീസുകാർ പറഞ്ഞു കരിയാപ്പല കഞ്ചാവും തൈ ആണെന്ന്. അത് മക്കളെ കുഴപ്പമല്ല മക്കളെ. അത് എന്റെ കുഴപ്പമില്ല. ഞാൻ ചെറുതായിട്ട് നട്ട് വളർത്താനൂടെ നോക്കിയായിരുന്നു. കരിയാപ്പല തൈ കരിയാപ്പല തൈ എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ കടക്കാർ കുഴപ്പം കണ്ട. ഈ ചെറിയ കൃഷി വരെ തുടങ്ങി. കഞ്ചാവ കരിയാപ്പല എന്തിനാവട്ടെ, പിന്നെ ഉണ്ടാക്കിയത് നമുക്ക് ഒരു വാഴ വെച്ചാൽ മതിയായിരുന്നു.